ടീച്ചർ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കോടതിയിൽ ഹാജരാകുന്ന അവസരത്തിൽ അവിടെ പോയി പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാനും പോകുമായിരുന്നു. ഇനിയിപ്പോൾ ജയിലിൽ പോയിട്ട് ഈ അധ്യാപകന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാനും കാണും. അല്ലെന്നല്ലേ പറഞ്ഞത്? തെറ്റല്ലെന്ന് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് അടി കൊണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ RSSനെ ഈ വിധം പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകന്മാർക്ക് സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം തന്നെ അസാധ്യമാവും എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വന്നിട്ടുള്ള വാർത്ത. അപ്പം അതുകൊണ്ട് RSS എന്ന് പറയുന്നത് അത് പുത്തൻ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ അതിന്റെ ഭീവത്സമായിട്ടുള്ള ആക്രമണത്തിന്റെ ഇരയായിരുന്നു ആര്? ജനാർദ്ദനൻ, CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി, കല്ലുകൊത്തു തൊഴിലാളി. അയാളുടെ കുട്ടികളെയാണ് RSSന്റെ ശാഖയിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോയത്. അല്ലല്ല, പകരത്തിന് പകരം വീട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് CPMന്റെ നിലപാട്. പക്ഷേ ഈ ജനാർദ്ദനെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകനെ ഈ വിധം പരസ്യമായിട്ട് ആക്രമിച്ചപ്പോൾ ആ നാടിൽ നിന്ന് രോഷമുണ്ടായിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ നിലക്ക് കണ്ടാവും.